നെല്ല് വിത്ത് സംഭരണം പാളിയതോടെ കടുത്ത പ്രതിസന്ധിയിലായി കർഷകർ. 1800 ടൺ നെൽവിത്താണ് സംഭരണം കാത്ത് കെട്ടിക്കിടക്കുന്നത്. സംസ്കരണ ചുമതലയുള്ള കരാറുകാരന്റെ അലംഭാവമാണ് പ്രതിസന്ധിക്ക് കാരണം. താൽക്കാലിക പരിഹാരമായി വിലയുടെ 50% മുൻകൂറായി നൽകണമെന്നാണ് കർഷകരുടെ ആവശ്യം. മാർച്ചിൽ കൊയ്ത്തു കഴിഞ്ഞ് ഏപ്രിൽ സാമ്പിൾ എടുത്തു പരിശോധന കഴിച്ചു. ലാബിൽ നിന്നുള്ള പരിശോധനാ ഫലവും വിത്തെടുക്കാനുള്ള ടാഗ് നമ്പറും ലഭിച്ചു. എന്നിട്ടും ഇതുവരെ കർഷകരിൽ നിന്നും നെൽവിത്ത് ഏറ്റെടുക്കാനായിട്ടില്ല. ഈ 5-6 മാസം കടന്നു കഴിഞ്ഞാലുള്ള പ്രയാസം എത്രമാത്രമാണെന്നുള്ളത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ കഴിഞ്ഞ ദിവസം നമ്മുടെ സീഡ് അതോറിറ്റിയിലെ അഡീഷണൽ ഡയറക്ടർ നമ്മളെ വിളിച്ചൊരു മീറ്റിംഗ് നടത്തി. അപ്പോൾ അവർ പറയുന്നത് ഇപ്പോൾ പ്രോസസ്സിംഗ് കോൺട്രാക്ടറുടെ പിഴവാണ്. അദ്ദേഹം ഈ കാലിച്ചാക്ക്, ഗന്നി ബാഗ്, ചണച്ചാക്ക് കിട്ടാത്തത് കൊണ്ടാണ് നിർത്തിയിരിക്കുന്നത്. ഇപ്പോൾ 10 ദിവസമായി നിർത്തിയിരിക്കുകയാണ്. സംസ്കരണ ചുമതലയുള്ള കരാറുകാരന്റെ അലംഭാവമാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണം. സീഡ് അതോറിറ്റിക്ക് കിട്ടാനുള്ള പൈസ അവർ തന്നെ വാങ്ങിയെടുക്കേണ്ടതാണ്. അത് വാങ്ങിയെടുക്കാൻ ഈ കഴിഞ്ഞ കാലത്തുള്ള ഉദ്യോഗസ്ഥന്മാർ ആരും തന്നെ ഇൻട്രസ്റ്റ് എടുത്തിട്ടില്ല. അതിന് കാരണമുണ്ട്. ഇവിടെ വരുന്ന ഉദ്യോഗസ്ഥന്മാർ 1 മാസം 2 മാസം അത് കഴിഞ്ഞ് അവർ പോയി. അപ്പോൾ ഇതെന്തോ ആയിക്കോട്ടെ ഒരു ഭാവത്തിലാണ് അവരിയ്ക്കുന്നത് തോന്നുന്നു. അതിനെക്കുറിച്ച് നമുക്കറിയില്ല. സംസ്ഥാന വിത്ത് വികസന അതോറിറ്റി അധികൃതരുമായി കർഷകർ നടത്തിയ ചർച്ചക്കൊടുവിൽ കരാറുകാരന് നോട്ടീസ് നൽകാൻ തീരുമാനമായിട്ടുണ്ട്. നിലവിൽ താൽക്കാലിക പരിഹാരം എന്ന നിലയ്ക്ക് ഓണത്തിന് മുമ്പായി 50% വില മുൻകൂറായി നൽകണമെന്നതാണ് കർഷകരുടെ ആവശ്യം. മീഡിയ 1 പാലക്കാട്. സലാം മുഹമ്മദ് വിവരങ്ങൾ നൽകാനായി ചേരുകയാണ്. സലാം, ഇപ്പോൾ ഈ കർഷകരുടെ കാര്യം വളരെ കഷ്ടത്തിലാണെന്ന് വേണം പറയാൻ. പക്ഷേ ഈ ഒരു വിത്ത് സംഭരണം അത് കാര്യക്ഷമമായി നടക്കാത്തതിൽ സർക്കാരിന്റെ ഏതെങ്കിലും അടിയന്തര ഇടപെടൽ ഉണ്ടാകുന്നുണ്ടോ? എന്താണ് സംഭവിക്കുന്നത്? ഇടപെടൽ ഉണ്ടാകണമെന്നുള്ളതാണ് കർഷകരുടെ ആവശ്യം. നിലവിൽ വിത്ത് വികസന അതോറിറ്റി കർഷകരുമായി ചർച്ച നടത്തിയിരുന്നു. അതിന് പിന്നാലെ ഈ കരാറുകാരന് 10 ദിവസത്തിനകം നോട്ടീസ് അയക്കാനുള്ള ഒരു തീരുമാനമായിട്ടുണ്ട്. ആ നോട്ടീസിന് മറുപടി ലഭിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ കരാറുകാരനെ മാറ്റി പുതിയ കരാറുകാരനെ തീരുമാനിക്കാനുള്ളതാണ് സർക്കാരിൻ്റെ ഭാഗത്തുള്ളൊരു നീക്കം. അതായത് ഈ നെൽവിത്ത് സംഭരണവുമായി ബന്ധപ്പെട്ട് വലിയ അലംഭാവം ഇപ്പോൾ ഈ കരാറുകാരൻ്റെ ഭാഗത്തുണ്ടാകുന്നുണ്ട്. അതാണ് ഇങ്ങനെ ഈ പ്രതിസന്ധി കർഷകർക്ക് ഉണ്ടാക്കുന്നത്. കർഷകർ മാർച്ചിൽ തന്നെ വിളവെടുത്തതാണ്. ഏപ്രിൽ തന്നെ ഇതിൻ്റെ പരിശോധനാ ഫലം ലഭിച്ചതുമാണ്. അതായത് ഈ വിത്ത് പരിശോധനയ്ക്ക് അയച്ച് അതിന് ഗുണമേന്മയൊക്കെ തന്നെ ഉറപ്പുവരുത്തിയിട്ടുള്ള പരിശോധനാ ഫലം ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം തിരുവനന്തപുരത്ത് നിന്നാണ് ഇവർക്ക് വിത്തെടുക്കാനുള്ള ടാഗ് ലഭിക്കേണ്ടത്. ആ ടാഗ് ലഭിച്ചു. എന്നാൽ പിന്നീട് സംഭരണമൊന്നും തന്നെ നടന്നില്ല. ഈ കരാറുകാരൻ പറയുന്നത് ചണച്ചാക്ക്, അതായത് സംഭരിക്കുന്നതിനും അതിനുശേഷമുള്ള സംസ്കരണത്തിനും വേണ്ടി, ഈ വിത്തിൻ്റെ ഈർപ്പം കളയുന്നതിന് വേണ്ടി ചണച്ചാക്കുകളിലാണ് ഇത് സൂക്ഷിക്കേണ്ടത്. ആ ചണച്ചാക്കുകൾ ലഭിക്കുന്നില്ല എന്നുള്ളതാണ് കരാറുകാരൻ്റെ വാദം. ആ വാദം മുന്നോട്ട് വെച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ ആ കാര്യം പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ സംഭരിക്കുന്നത് വൈകിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കർഷകർ വലിയ പ്രതിസന്ധിയിലായിരിക്കുന്നത്. 1800 ടൺ നെൽവിത്താണ് ഇപ്പോൾ കർഷകരുടെ ഭാഗത്തുള്ളത്. അതോടൊപ്പം തന്നെ എരുത്തേമ്പതിയിലെ സംസ്കരണശാലയിൽ 500 ടൺ നെൽവിത്തുമുണ്ട്. അങ്ങനെ വലിയ അളവിൽ നെൽവിത്ത് തന്നെയാണ് ഇപ്പോൾ കെട്ടിക്കിടക്കുന്നത്. ഒരുപക്ഷേ ഇത് 5-6 മാസം ഇങ്ങനെ കെട്ടിക്കിടന്നാൽ പിന്നീട് അത് ഉപയോഗശൂന്യമായി മാറിപ്പോവും. അത് കർഷകരുടെ കഠിനാധ്വാനത്തെയും അവരുടെ പ്രയത്നത്തെയും ഒക്കെ തന്നെ ഇല്ലാതാക്കുന്ന ഒരു സമീപനമാണ്. അതുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നൊരു ഇടപെടൽ ഉണ്ടാകണമെന്നുള്ള ആവശ്യം കർഷകർ മുന്നോട്ട് വെക്കുന്നത്. ഏതായാലും ഓണം അടുക്കുന്ന സമയത്ത് കർഷകർക്ക് മുഴുവൻ പണവും ലഭിക്കാനുള്ള യാതൊരു സാധ്യതയും നിലവിൽ കാണുന്നില്ല. ആ സാഹചര്യത്തിൽ കർഷകരുടെ പ്രതിസന്ധിക്ക് ഒരു താൽക്കാലിക പരിഹാരം എന്ന നിലക്ക് 50% വില മുൻകൂറായി നൽകണമെന്നുള്ളൊരു ആവശ്യമാണ് കർഷകർ മുന്നോട്ട് വെക്കുന്നത്. അതെങ്കിലും അംഗീകരിച്ചില്ലെങ്കിൽ മുന്നോട്ട് പോകാനാകില്ല എന്ന് തന്നെയാണ് കർഷകർ പറയുന്നത്. ഏതായാലും നിലവിൽ 1800 ടൺ നെൽവിത്ത് കർഷകരുടെ പക്കലും 500 ടൺ എരുത്തേമ്പതിയിലെ സംസ്കരണശാലയിലും കെട്ടിക്കിടക്കുകയാണ്. അങ്ങനെ കെട്ടിക്കിടന്ന് 5-6 മാസമൊക്കെ തന്നെ കെട്ടിക്കിടന്നാൽ പിന്നീട് അത് ഉപയോഗിക്കാൻ പോലും പറ്റാത്ത സ്ഥിതിയാവും. അതോടെ കർഷകർക്ക് അടുത്ത വിള ഇറക്കുന്നതിനും അതോടൊപ്പം തന്നെ നിലവിൽ ഇറക്കിയ വിളവെടുത്ത നെൽവിത്തിൻ്റെ വില ലഭിക്കുന്നതിലൊക്കെ തന്നെ വലിയ പ്രതിസന്ധി ഉണ്ടാകും. അത് അവർക്ക് കൃഷി തുടരുന്നതിന് വലിയ പ്രയാസമുണ്ടാക്കുമെന്നുള്ളതാണ് കർഷകർ പറയുന്നത്. ശരി, സലാം മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്.